ഇനി തിരുവനന്തപുരം പള്ളിപ്പുറത്തേക്ക് അവിടെ CRPF ജംഗ്ഷനിൽ ഹർത്താൽ ആനുകൂല്യങ്ങൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നു. അവിടെ പ്രതിഷേധം കടുക്കുന്നു എന്നാണ് വിവരം. മെഡിക്കൽ കോളേജ്, RCC എന്നിവിടങ്ങളിലേക്കുള്ള രോഗികളടക്കം പലരും പെരുവഴിയിലായി എന്ന വാർത്തയും കൂടി വരികയാണ്. വണ്ടികൾ അവിടെ പ്രവർത്തകർ തടഞ്ഞിടുന്നു. അജ്മൽ ദിറാർ ചേരുകയാണ്. അജ്മൽ ദിറാർ, ഇതിപ്പോൾ തമ്പാനൂരിൽ നിന്നുള്ള ദൃശ്യമല്ലേ? പള്ളിപ്പുറത്തെ ദൃശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അജ്മൽ ദിറാർ, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് പള്ളിപ്പുറത്ത്? ഇപ്പോൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റേതൊരു പ്രദേശത്തെക്കാളും രൂക്ഷമായി ഹർത്താൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ തമ്പാനൂരിലും അതോടൊപ്പം തന്നെ പള്ളിപ്പുറം, കണിയാപുരം, നെടുമങ്ങാട് ഭാഗങ്ങളിലൊക്കെ ഡിപ്പോയിൽ നിന്നുമൊക്കെ ബസ് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാത്ത വിധം സമരാനുകൂലികൾ തടയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടകൾ അടപ്പിക്കുന്നുണ്ടായിരുന്നു, പെട്രോൾ പമ്പുകൾ അടപ്പിക്കുന്നുണ്ടായിരുന്നു. പള്ളിപ്പുറത്തൊക്കെ ബസ് നൂറുകണക്കിന് സ്ത്രീകൾ അടക്കം റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചുകൊണ്ടാണ് ബസ് തടയുന്ന സംഭവം ഉണ്ടായത്. ഇപ്പോൾ അവിടെ RCCയിലേക്ക് അടക്കം വരുന്ന രോഗികൾ ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തമ്പാനൂരിലേക്ക് അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് പോലീസ് ഇടപെട്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബസ് റോഡിൽ നിന്നും സ്റ്റാൻഡിനുള്ളിലേക്ക് മാറ്റാൻ സമരാനുകൂലികൾ പോലീസിനോട് പറയുകയും പിന്നീട് പോലീസുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് സമരാനുകൂലികൾക്ക് വഴങ്ങി പോലീസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ബസ് മാറ്റിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ റോഡിൽ കിടന്ന് ചില സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നു കൂടിയുണ്ട്. ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ ഈ സമരത്തിലെ പൊതുജനങ്ങളെ ബാധിക്കും വിധം ഒന്നും ഇടപെടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അതല്ല അവസ്ഥ. ഇത് പൊതുജനങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലെന്നല്ല ഞങ്ങൾ നേരത്തെ അറിവ് കൊടുത്താണ്. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ കേരളമെമ്പാടും എല്ലാ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി, ഗോത്ര സമൂഹങ്ങളെല്ലാം കൂടെ ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു സമരമാണ്. ഇതിനൊരു വിജയം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമരം മുന്നോട്ട് തന്നെ പോകും. രാവിലെയൊന്നും ഇത്തരത്തിലുള്ള ബസ് തടയിലില്ലായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഇന്നലെ അറിവ് കൊടുത്ത് ഞങ്ങള് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക്, ട്രാൻസ്പോർട്ട് മന്ത്രിക്ക്, എല്ലാ ഗ്യാരേജുകളിലും കൊടുത്തിട്ടുണ്ട്. പോലീസിന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്, സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചതല്ല. ഇത് ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തതാണ്. ഇപ്പൊ കടകളൊക്കെ അടപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശം. എല്ലാം വേണമല്ലോ, അടയ്ക്കണം. അവർ ഞങ്ങൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ പമ്പ് അങ്ങനെയുള്ള എല്ലാവരും അത് സഹകരിക്കണം. നിങ്ങളും മീഡിയയും ഞങ്ങളെ സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതാണ് ഇപ്പോ തലസ്ഥാനത്തെ പറഞ്ഞതുപോലെ തുറന്ന കടകളൊക്കെ നിലവിൽ അടപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങിയ യാത്രക്കാർ പലരും ബസ്സുകൾക്കകത്ത് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ബസ്സിൽ കയറി പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഒരു നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പലരും നിരാശരായി മടങ്ങുന്നുണ്ട്. പോലീസ് ഇടപെട്ട് പലരെയും അവശ്യ സർവീസുകൾ മുടങ്ങാത്ത വിധം പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 12 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇവർ ഒരു പ്രതിഷേധ പ്രകടനം കൂടി നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തുടർന്നും ഈ സമരത്തിന്റെ ചൂട് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.